വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. ബാർക്കോഴ കേസിൽ കെ ബാബുവിനെ പ്രതിരോധത്തിലാക്കി ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. കേസിൽ FIR രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ട്? പ്രാഥമിക അന്വേഷണത്തിന് ശേഷം എന്ത് നടപടിയെടുത്തു? അബ്കാരി നയത്തിന് സുപ്രീം കോടതിയുടെ വിമർശനം. കള്ളിലെ ആൽക്കഹോൾ അംശത്തിനുള്ള മാനദണ്ഡം അപ്രായോഗികം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടിയായത് നേതാക്കളുടെ തലക്കനവും ആത്മവിശ്വാസവുമെന്ന് AK ആന്റണി. അന്തരീക്ഷമാകെ മാറിപ്പോയി. എനിക്ക് അവിടെ ഒരു കാര്യം മനസ്സിലായി, അമിതമായി അഹങ്കരിച്ചാൽ നാശമാണ്. TP വധഗൂഢാലോചന കേസിൽ CBI അന്വേഷണത്തിന് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുമെന്ന് ഉമ്മൻചാണ്ടി. സർക്കാർ ആത്മാർത്ഥമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന് KK രമ. ഭൂമി കയ്യേറ്റ ആരോപണത്തിൽ DGP ജേക്കബ് തോമസിനെതിരെ അന്വേഷണം നടത്താൻ ലോകായുക്ത തീരുമാനം. കാർഷിക പട്ടയ ഭൂമിയിൽ ഖനനം അനുവദിച്ച സർക്കാർ ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ. ശാശ്വതീകാനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികളിൽ പ്രഥമദൃഷ്ട്യാ ക്രമക്കേടില്ലെന്ന് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. പത്താൻകോട്ട് ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച അനിശ്ചിതത്വത്തിൽ. പാക് സർക്കാർ ആദ്യം ഭീകരർക്കെതിരെ നടപടിയെടുക്കട്ടെ എന്ന് ഇന്ത്യ. പന്തിപ്പോൾ പാകിസ്ഥാന്റെ കോർട്ടിൽ. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ നവാസ് ഷെരീഫ് ഉന്നതതല യോഗം വിളിച്ചു. ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് അന്തരിച്ചു. അന്ത്യം കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഓർമ്മയാകുന്നത് കശ്മീരിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ നേതാവ്. ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ ലളിതകുമാരി കേസിലെ വിധി പ്രകാരം FIR രജിസ്റ്റർ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം എന്ത് നടപടി സ്വീകരിച്ചുവെന്നും ഹൈക്കോടതി വിജിലൻസിനോട് ചോദിച്ചു. വിശദമായ സത്യവാങ്മൂലം ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ബാർക്കോഴ കേസിൽ പ്രാഥമികാന്വേഷണം നടത്തിയിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ വിശദീകരിച്ചു. എന്നാൽ ഈ വിശദീകരണത്തോടെയാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വളരെ പ്രധാനപ്പെട്ട സംശയങ്ങൾ ഉന്നയിച്ചത്. മന്ത്രി കെ ബാബുവിനെതിരെ ഗൗരവമുള്ള കോഴ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ലളിതകുമാരി കേസിലെ വിധി അനുസരിച്ച് കേസിൽ FIR രജിസ്റ്റർ ചെയ്യാതിരുന്നതെന്ന് കോടതി ചോദിച്ചു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടികൾ സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. വിജിലൻസ് കോടതിയിൽ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നും കോടതി അന്വേഷിച്ചു. 6 മാസം കഴിഞ്ഞിട്ടും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാതിരുന്നതിൽ കോടതി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കേസുകളുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്നത് എന്നായിരുന്നു അഡ്വക്കേറ്റ് ജനറലിന്റെ വിശദീകരണം. ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ വിജിലൻസ് ഡയറക്ടറോട് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. ബാർക്കോഴ കേസിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കുന്ന വിശദമായ സത്യവാങ്മൂലം ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കാനാണ് ഡിവിഷൻ ബെഞ്ച് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് VS സുനിൽകുമാർ MLA അടക്കമുള്ളവർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ നിർണായക ചോദ്യങ്ങളുണ്ടായത്. ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷണും ജസ്റ്റിസ് AM ഷഫീഖും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത്. റിപ്പോർട്ടർ, കൊച്ചി. മന്ത്രി കെ ബാബുവിനെതിരായ ബാർക്കോഴ അന്വേഷണത്തിൽ വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചു. വിജിലൻസ് SP നിശാന്തിനിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചത്. തൃശൂർ വിജിലൻസ് കോടതിയിൽ ബാബുവിനെതിരെ ലഭിച്ചിരുന്ന പൊതു താൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നത്. ഈ മാസം 23-ന് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഈ വിഷയം ന്യൂസ് ടുഡേ ചർച്ച ചെയ്യുന്നു. ശ്രീ PM സുരേഷ് ബാബു KPCC ജനറൽ സെക്രട്ടറി, അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം ശ്രീ PC ജോസഫ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ജനറൽ സെക്രട്ടറി, ഒപ്പം പ്രതിപക്ഷത്തുള്ള MLA-മാരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ PM സുരേഷ് ബാബു, നിയമത്തിൻ്റെ വഴിക്കാണ് പോകുന്നത് എന്ന് ആവർത്തിക്കുന്ന ഈ സർക്കാരിനോടാണ് ഹൈക്കോടതി ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കെ ബാബുവിൻ്റെ വിഷയത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താതിരുന്നത് എന്ന്? എന്താണ് അതിൻ്റെ മറുപടി? ക്വിക്ക് വെരിഫിക്കേഷന് വേണമെന്നുള്ളത് ആദ്യത്തെ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിലും അന്വേഷണത്തിലും യാതൊരു തരത്തിലുമുള്ള കുറ്റകരമായ കാര്യങ്ങൾ കണ്ടുകിട്ടാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന തീരുമാനവും നിഗമനവുമാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്ക് ഉണ്ടായത്. അതാണ് സർക്കാരിലേക്ക് വന്നതും. രണ്ടാമത് ഒരു സ്വകാര്യ അന്യായം വിജിലൻസ് കോടതിയിലേക്ക് വന്ന് ആ വിജിലൻസ് കോടതി അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 23-ാം തീയതിക്കകം ഈ കാര്യത്തിൽ അന്വേഷണം. തീർച്ചയായും അത് തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ക്വിക്ക് വെരിഫിക്കേഷൻ. ശ്രീ PM സുരേഷ് ബാബു, ഇവിടെ സമാനമായ ആരോപണം KM മാണി നേരിട്ടിരുന്നു. അന്ന് FIR രജിസ്റ്റർ ചെയ്തൊരു അന്വേഷണം നടന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യം
നിങ്ങളുടെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗം തന്നെ ചോദിച്ചപ്പോൾ ആവർത്തിച്ച് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല നിയമസഭയിൽ നൽകിയ മറുപടി ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യു പി കേസിന് ശേഷം സംജാതമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ ആരോപണം ഉയർന്നാൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു ബാധ്യതയാണ്. അതുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പക്ഷേ ആ മാനദണ്ഡം ഹൈക്കോടതി അതാണ് വളരെ സ്പെസിഫിക് ആയി ചോദിച്ചിരിക്കുന്നത്. ആ മാനദണ്ഡം എന്തുകൊണ്ടാണ് കെ ബാബുവിൻ്റെ കാര്യത്തിൽ നടക്കാതെ പോയത്? എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ രണ്ട് തരം സമീപനം? അല്ല, അതിനകത്ത് നടന്നിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ നമ്മുടെ പൊതുസമൂഹത്തിനുണ്ടല്ലോ. ശ്രീ കെ ബാബുവിൻ്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ശ്രീ KM മാണി സാറിന്റെ കേസ് അന്വേഷണ വേളയിൽ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ശ്രീ ബിജു രമേശ് ഇത്തരമൊരു ആരോപണം ആദ്യം ഉന്നയിക്കുന്നത്. അന്ന് തന്നെ ഈ ചാനലിൽ തന്നെയുള്ള ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ഒരു FIR ഒരാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അഥവാ വല്ല അന്വേഷണവും ആവശ്യമുണ്ടെങ്കിൽ അതേ കേസിൽ തന്നെ രണ്ടാം പ്രതിയായോ അതല്ല ഒന്നാം പ്രതിയായോ ഒരാളെ ചേർത്തുകൊണ്ട് പുതിയ ആളെ ചേർത്തുകൊണ്ട് അന്വേഷിക്കുകയല്ലാതെ ഒരു കേസിനകത്തെ അന്വേഷണ വേളയിൽ ഏതെങ്കിലും സാക്ഷികളോ അതുപോലെ ബന്ധപ്പെട്ട ആളുകളോ മറ്റൊരു പേര് കൂടി പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പുതിയൊരു FIR രജിസ്റ്റർ ചെയ്യുക സ്വാഭാവികമായി നിയമവ്യവസ്ഥയിൽ സാധ്യമല്ല എന്നുള്ളതാണ് എന്റെ നിയമപരമായ അതിൽ അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്തുകൊണ്ടാണ് ആ അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസിൽ കെ ബാബു ഒരു പ്രതിയായി ചേർക്കപ്പെടാതിരുന്നത്? എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അത്തരത്തിലുള്ള അന്വേഷണം അദ്ദേഹത്തിന് നേരിടേണ്ടി വരാതിരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഹൈക്കോടതിയെ സംബന്ധിച്ചും ഉള്ള സംശയം. അതാണ് KM മാണിയുടെ കാര്യത്തിൽ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു, അതനുസരിച്ച് അന്വേഷണം നടക്കുന്നു. ഇവിടെ കെ ബാബുവിന്റെ കാര്യത്തിലും സമാനമായ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു. ഈ വെളിപ്പെടുത്തൽ ശരിയോ തെറ്റോ എന്നുള്ളത് ഈ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് FIR ഇട്ട് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ കേസ് എടുക്കാൻ ഉപോത്ബലകമായ തരത്തിലുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻ വരുന്നു. അങ്ങനെ ഇൻഫർമേഷൻ വരുന്ന സാഹചര്യത്തിലും കെ ബാബുവിനെതിരെ കേസ് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വിജിലൻസ് 1997 അവസാനിപ്പിച്ച പ്രിലിമിനറി എൻക്വയറി PE ആണ് കെ ബാബുവിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഉണ്ടാകുന്നില്ല. KM മാണിയും ഈ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെ വെളിപ്പെടുത്തൽ വരുമ്പോൾ ക്വിക്ക് വെരിഫിക്കേഷൻ ഉണ്ടാകുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു FIR ഉണ്ടാകുന്നു. കെ ബാബു ആണ് അടുത്ത ആരോപണ വിധേയൻ എന്ന് വരുമ്പോൾ അവിടെ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ ഉണ്ടാകുന്നില്ല, അതനുസരിച്ചുള്ള FIR ഉണ്ടാകുന്നില്ല. പ്രിലിമിനറി എൻക്വയറി പൂർണ്ണമായും അവസാനിപ്പിച്ചു എന്ന വിശ്വാസം എനിക്കില്ല. വിജിലൻസ് മാനുവൽ പ്രകാരം അങ്ങനെ പെട്ടെന്നൊരു FIR ഇട്ടിട്ട് ഒരാളുടെ പേരിൽ കേസെടുക്കാൻ പാടില്ല. പ്രിലിമിനറി എൻക്വയറിക്കകത്തുള്ള ധാരാളം പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സിന് ശേഷമാണ് FIR ഇടുക. അതിന് വിജിലൻസ് ഡയറക്ടറുടെയും ഒരു പരിധിക്കപ്പുറത്ത് പോയ ഗവൺമെന്റിന്റെയും ഒക്കെ ഉള്ള പെർമിഷന് കൂടി വേണ്ടി മാത്രമേ കഴിയുള്ളൂ. പക്ഷേ ലളിതകുമാരി കേസിനകത്ത് അത്തരമൊരു വിധിയുണ്ട്. ഞാൻ ആ വിധി ഇല്ലെന്നൊന്നും പറയുന്നില്ല. പെട്ടെന്ന് തന്നെ, കാരണം പ്രിലിമിനറി എൻക്വയറി പലപ്പോഴും രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് നീട്ടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അതിന് വേണ്ട അത്തരമൊരു സാഹചര്യം നിയമപരമായി ഡിസ്ക്രിമിനേഷന്റെ കാര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് വേണ്ട ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി FIR ഇട്ട് അന്വേഷണം. ഞാൻ ആ പോയിന്റിലേക്ക് ഒന്നുകൂടി വരുന്നുണ്ട്. ശ്രീ PM സുരേഷ് ബാബു, എനിക്ക് കേരള കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് അറിയേണ്ടതുണ്ട്. ശ്രീ PC ജോസഫ്, ഇക്കാര്യത്തിൽ KM മാണിയുടെ കാര്യത്തിൽ ഉണ്ടായ സമീപനം, അതായത് ഒരു ആരോപണം ഉണ്ടായപ്പോൾ വിജിലൻസിനോട് ക്വിക്ക് വെരിഫിക്കേഷൻ ആവശ്യപ്പെടുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം FIR ഇടണം എന്ന് അവർക്ക് ബോധ്യമാകുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ FIR ഇടുന്നു, അന്വേഷണം നടക്കുന്നു, മറ്റു കാര്യങ്ങൾ. കെ ബാബുവിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സമീപനം ഉണ്ടായില്ല. അവിടെ ക്വിക്ക് വെരിഫിക്കേഷൻ ഉണ്ടായില്ല, അവിടെ FIR ഉണ്ടായില്ല. മറിച്ച് ഈ കാര്യത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അതിന് ഉപോത്ബലകമായ തെളിവുകളില്ല എന്ന ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിജിലൻസിന്റെ DYSP തയ്യാറാക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആ കേസ് ആ അർത്ഥത്തിൽ അവസാനിക്കുകയാണ് ഉണ്ടായത്. പിന്നീടാണ് കോടതിയും മറ്റ് വ്യവഹാരങ്ങളും ഒക്കെ വരുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെ നിലപാട്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ അഭിപ്രായ പ്രകടനത്തോടുകൂടി കേരള കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ പറഞ്ഞ ഇരട്ട നീതി അത് കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. ബഹുമാനപ്പെട്ട സുരേഷ് ബാബു പറഞ്ഞതുപോലെ അത്ര ലളിതമല്ലല്ലോ പ്രശ്നം. 13 ബാർ ഉടമകൾ പ്രാഥമിക അന്വേഷണത്തിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിക്കെതിരെ
തെളിവ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു സത്യമാണല്ലോ. അതിലുപരിയായിട്ട് ബഹുമാനപ്പെട്ട ടാക്സ് സെക്രട്ടറി അദ്ദേഹം കൊടുത്ത മൊഴിയിലും ഈ ടാക്സ് കൂട്ടിയിട്ട് കുറച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം മാണി സാറിൻ്റെ കാര്യത്തിൽ വന്ന ക്വിക്ക് വെരിഫിക്കേഷനും അതേ തുടർന്ന് FIR ഇട്ടതും അന്വേഷണം നടത്തിയതും എല്ലാം വളരെ ലാഘവത്തോടു കൂടിയാണ് കോൺഗ്രസിലെ സഹോദരന്മാർ പറയുന്നത്. ഇത് കെ ബാബുവിനെതിരായിട്ട് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ, അതും ബഹുമാനപ്പെട്ട ടാക്സ് സെക്രട്ടറിയുടെ തന്നെ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ FIR ഇടണമായിരുന്നുവെന്നും അന്വേഷണം നടത്തണമായിരുന്നുവെന്നും ഉള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് ഇത് മാണി സാറിൻ്റെ കാര്യത്തിലും ബാബുവിൻ്റെ കാര്യത്തിലും ഇരട്ട നീതിയാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത് എന്ന്. റൈറ്റ്. ശ്രീ PM സുരേഷ് ബാബു, ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ P സദാശിവത്തിന്റെ അധ്യക്ഷതയിലുള്ള ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയ കാര്യം, കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ട് എന്ന് ബോധ്യമാകുന്ന ഒരു ആരോപണം വന്നാൽ FIR രജിസ്റ്റർ ചെയ്തുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ്. ആ ഇൻഫർമേഷൻ ജെനുവിനാണോ, അത് ക്രെഡിബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ FIR രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണ ഘട്ടത്തിലാണ് വിലയിരുത്തേണ്ടത് എന്ന് കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. അതാണ് നാട്ടിലെ നിയമം. സുപ്രീം കോടതിയുടെ ഉത്തരവാണല്ലോ. അതനുസരിച്ച് KM മാണിയുടെ കേസിലെടുത്ത സമീപനം വളരെ ശരിയായിരുന്നു. അതേസമയം തന്നെ കെ ബാബുവിൻ്റെ കേസിലെടുത്ത സമീപനം തെറ്റായിരുന്നു. അതാണ് ഹൈക്കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കേണ്ടി വരില്ലേ നിങ്ങളെ സംബന്ധിച്ച്? KM മാണി സാറ് കുറ്റക്കാരനാണെന്നുള്ള ബോധ്യമൊന്നും ഞങ്ങൾക്ക് അന്നുമില്ല, ഇന്നുമില്ല. ഒരിക്കലും ഞങ്ങളത് സ്വീകരിച്ചിട്ടുമില്ല. പക്ഷേ ശ്രീ ബിജു രമേശ് ഒരു ദിവസം, എനിക്ക് തോന്നുന്നത് ഒരു ഒക്ടോബർ 31-ാം തീയതി TV-യിലൂടെ ഒരു ആക്ഷേപമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളോ നടന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലും ഞങ്ങൾ അതിനെക്കുറിച്ചൊരു സമീപനം സ്വീകരിച്ചില്ല. പക്ഷെ മറിച്ച് നമ്മുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ആളാണ്. അദ്ദേഹം രേഖാമൂലം ഇത്തരമൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അത്തരമൊരു സമീപനത്തിലേക്ക് നീങ്ങേണ്ടി വന്നത്. ശ്രീ ബാബുവിൻ്റെ കാര്യത്തിൽ ആ ഘട്ടങ്ങളിലൊന്നും അത്തരമൊരു സമീപനം ഉണ്ടായിട്ടില്ല, അത്തരമൊരു ആവശ്യവും ഉണ്ടായിട്ടില്ല. പിന്നീടാണ് അത്തരം ആവശ്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് കെ ബാബുവിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചിരുന്നു ശ്രീ PM സുരേഷ് ബാബു. ഇനി പ്രതിപക്ഷ നേതാവ് രേഖാമൂലം ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് അന്വേഷണം എന്നുള്ളതാണ് വാദമെങ്കിൽ അല്ലെന്ന് എന്നല്ല ഞാൻ പറഞ്ഞത്. താങ്കളൊന്ന് ഞാൻ പറയുന്നത് ദയവ് ഇത് ശ്രദ്ധിക്കൂ. ശരി. ആ അവസരത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നില്ല, മറിച്ച് പിന്നീട് ആവശ്യപ്പെട്ടപ്പോൾ അന്വേഷണത്തിന് ഉത്തരവും ഇട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. തുടരുക. അഡ്വക്കേറ്റ് ജയശങ്കർ, കോടതി ഇന്നിപ്പോൾ ചോദിച്ചിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് കെ ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യാത്തത്? ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിൽ സുപ്രീം കോടതി പറഞ്ഞ മാനദണ്ഡം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ, ഈ കേസിൽ ബാധകമാക്കാത്തത്? 2, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? 3, ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാതിരുന്നത്? എന്താണ് താങ്കൾക്ക് ഈ ചോദ്യങ്ങളോട് പ്രതികരിക്കാനുള്ളത്? 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് തന്നെയാണ്. ശ്രീ കെ ബാബു കോൺഗ്രസ്സുകാരനും A ഗ്രൂപ്പുകാരനുമാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ വലകൈയാണ്. കെ ബാബുവിനെതിരായിട്ട് വിജിലൻസ് അന്വേഷണം ഓർഡർ ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹത്തിനെതിരെ FIR ഇടുകയാണെങ്കിൽ 2ാം പ്രതിയായിട്ട് ഉമ്മൻചാണ്ടിയോട് ചേർക്കേണ്ടി വരും. അപ്പോൾ കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്വന്തം നെഞ്ചത്ത് കടാരി കുത്തി ചേർക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കെ മാണി സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു ചെറിയ പാർട്ടിയുടെ, ചെറിയ പാർട്ടി എന്ന് വെച്ചാൽ PC ജോസഫ് സമ്മതിക്കില്ല. പക്ഷേ നമുക്കറിയാം കേരളത്തിലെ 2 ജില്ലകളിൽ മാത്രമുള്ള ഒരു പ്രാദേശിക കക്ഷിയുടെ നേതാവ് മാത്രമാണ്. അദ്ദേഹം കുറച്ച് ഒക്കെ പിടിച്ചു നോക്കി, പിടി കിട്ടിയില്ല, താഴെ പോയി. അപ്പോൾ അദ്ദേഹത്തോട് രാജിവെക്കാൻ ഈ ആദർശ ധീരന്മാരൊക്കെ ആവശ്യപ്പെട്ടില്ലേ? VD സതീശൻ പറഞ്ഞില്ലേ, നമ്മുടെ TN പ്രതാപൻ പറഞ്ഞില്ല. ഇവരാരും എന്താ ബാബുവിനോട് രാജിവെക്കാൻ പറയാത്തത്? എല്ലാവർക്കും അറിയുള്ളത്, അരിയാഹാരം കഴിക്കുന്നവർക്കല്ല, മൂക്ക് കിഴപ്പോട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാം കെ ബാബുവിൻ്റെ ആസ്തി എത്രയാണ്, അദ്ദേഹത്തിൻ്റെ വരുമാനം എത്രയാണ്. അതിന് ഒരു ചീഫ് ജസ്റ്റിസ് ചോദിക്കണവർ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സകല ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. പകൽ വെളിച്ചം പോലെ. ഞങ്ങൾ നാട്ടുകാർ കൂടിയാണ്. അങ്കമാലിയിലാണ് ബാബുവിൻ്റെ വീട്, എൻ്റെ വീട് ആലുവയിലാണ്. ബാബു രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്തായിരുന്നു? ഇന്ന് അദ്ദേഹത്തിൻ്റെ ആസ്തി എത്രയാണ്? എന്താണ് അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗം? അദ്ദേഹം കൃഷിയോ വാണിജ്യമോ വ്യവസായമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ആകെ ചെയ്ത വാണിജ്യം രാഷ്ട്രീയം മാത്രമാണ്. ബാർ കാര്യത്തിൽ അദ്ദേഹം കാലാകാലങ്ങളിൽ എടുത്ത നിലപാട്, വന്ന ദിവസം തൊട്ട് എടുത്ത നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? അതിലെന്തൊക്കെ മാറ്റങ്ങളായിരുന്നു? ഒരു ബാറിൽ നിന്ന് വേറൊരു ബാറിലേക്ക് ഇത്ര ദൂരം വേണം എന്ന വ്യവസ്ഥ അടക്കം
അത് കോടതി അമ്പലമോ പള്ളിയോ ഗുരുദ്വാരയോ ഒന്നും അല്ലല്ലോ ഒരു ബാർ എന്ന് പറയുന്നത്. ബാർ ഒരു വലിയ സരസ്വതി ക്ഷേത്രമാണ്. അതിൻ്റെ അടുത്ത് വേറൊരു ബാർ വരരുത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതടക്കം എന്തൊക്കെ കലാപരിപാടികളാണ് അദ്ദേഹം ഇക്കട്ട കാലത്തിനിടയ്ക്ക് നടത്തിയത്. ഇത്ര വലിയ അഴിമതിയൊക്കെ നടത്തിയിട്ട് യാതൊരു കൂസലുമില്ല. സതീശനും പ്രയാസമില്ല, പ്രതാപനും കുഴപ്പമില്ല, ചീഫ് ജസ്റ്റിസ് ചോദിച്ചാലും കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം കോൺഗ്രസ്സുകാർക്ക് വേറെ നിയമമാണ്. അതങ്ങനെയാണല്ലോ. അവർക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും കോടതിയിൽ നിന്ന് നോട്ടീസ് അയച്ചു പറഞ്ഞപ്പോൾ അവർ ഒരാഴ്ചയ്ക്ക് മേൽ പാർലമെൻറ്റ് തടസ്സപ്പെടുത്തിയില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടോ ഇതുപോലത്തെ ഒരു വൃത്തികേട്? ഞാൻ തുടരുക ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ പി സി ജോസഫ്, ബാർ കോഴ ഒടുവിൽ കെ എം മാണിയുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തുകയും അദ്ദേഹത്തിന് രാജിവെച്ച് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു എങ്കിൽ കെ ബാബുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് കേസിൽ പ്രതിയാകാനുള്ള യോഗവും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ പരമാവധി 3.5 മാസമേ ഉള്ളൂ. എന്താണ് കെ ബാബുവിൻ്റെ അവസ്ഥ എന്ന് താങ്കൾ പ്രവചിക്കുന്നുണ്ടോ? ഇന്നത്തെ കോടതി പരാമർശത്തോടു കൂടി ഇനി ഒരു നിമിഷം പോലും ശ്രീ കെ ബാബു മന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യനല്ല. ഇതിനു മുൻപേ തന്നെ അദ്ദേഹം രാജിവെച്ച് പോകേണ്ടതായിരുന്നു. ഇത് ശ്രീ കെ ബാബുവിനെ മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെടുത്തേണ്ടത്. ഇവിടെ കോൺഗ്രസിലെ ഒരു മന്ത്രിയുടെക്കെതിരായിട്ട് ഒരു അഴിമതി ആരോപണം വന്നാൽ കോൺഗ്രസിൽ അതിനകത്ത് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ആ മന്ത്രിയെ സംരക്ഷിക്കുന്നു. ആഭ്യന്തരമന്ത്രി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അധികാരം ഈ വിഷയത്തിൽ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 13 ബാർ ഉടമകളും ടാക്സ് സെക്രട്ടറിയും വളരെ വ്യക്തമായി മൊഴി കൊടുത്തിട്ടും ആ റിപ്പോർട്ട് വിജിലൻസ് കോടതിയുടെ മുമ്പാകെ ഹാജരാക്കി ഇദ്ദേഹത്തിനെതിരെ FIR കൊടുത്ത് വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിനെതിരെ കേസ് ചാർജ് ചെയ്തേണ്ടിയിരുന്ന കാര്യം കേരള ഗവൺമെന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും ഉണ്ട് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അപ്പൊ ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട ബാബുവിന്റെ അഴിമതി. 2, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ അധികാര ദുർവിനിയോഗം. അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതുകൊണ്ട് ശ്രീ ബാബു എത്രയും വേഗം അദ്ദേഹത്തിന്റെ പദവി രാജിവെച്ച് പോകേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ നിസ്തർക്കമായിട്ടുള്ള ഒരു സത്യമാണ്. കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ ബാബുവിന്റെ രാജി തന്നെയാണ്. അദ്ദേഹം ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരരുത് എന്ന നിലപാടാണ് അദ്ദേഹം പറയുന്നത്. ഘടകകക്ഷി പറയുന്നത് കേൾക്കാനുള്ള ബാധ്യത കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഉണ്ടോ? അവർ ഇരട്ട നീതിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കെ എം മാണി രാജിവെച്ചല്ലോ. ശ്രീ പി സി ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാം. UDF ഈ 10-ാം തീയതി UDF മലപ്പുറത്ത് വെച്ച് യോഗം ചേരുന്നുണ്ട്. അവിടെ അവർക്കത് ഉന്നയിക്കാം. അവരത് ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യുക്തിസഹത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ എത്താം. ഇതിനൊന്നും UDFനെ ശിഥിലീകരിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും കോൺഗ്രസിനില്ല, കേരള കോൺഗ്രസിനുമില്ല. കേരള കോൺഗ്രസ് അതിൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ ഒരു ഭാരവാഹികളിലൂടെ, ഒരു നേതാവിലൂടെ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി അങ്ങനെ ഒരു അഭിപ്രായം അവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തീരുമാനമെടുത്ത് പറയാമല്ലോ. 10-ാം തീയതി UDF യോഗം മലപ്പുറത്ത് വെച്ച് നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അവിടെ വെച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്താൻ കഴിയുന്നതാണ്. അതാണ് ആവശ്യമെങ്കിൽ, അതാണ് UDFന്റെ ഒരു തീരുമാനമെങ്കിൽ അതിലേക്ക് വരുന്നതിന് ഒരു തടസ്സവും ഇതിനകത്തില്ല. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് കെ എം മാണി സാറും ശ്രീ കെ ബാബുവും ഇക്കാര്യത്തിൽ കുറ്റക്കാരല്ല. അങ്ങനെ ഒരു സംഭവങ്ങൾ നടന്നിട്ടില്ല. ഇത് ആയിക്കൊള്ളട്ടെ. അങ്ങനെ വിശ്വസിക്കുമ്പോൾ തന്നെ ശ്രീ PM സുരേഷ് ബാബു സീസറിന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞായിരുന്നു കെ എം മാണിക്ക് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വന്നത് എങ്കിൽ അതേ കാര്യം ഇവിടെ ബാധകമാണല്ലോ. ഇവിടെ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്നത് പോലെ എക്സൈസ് മന്ത്രി സംശയത്തിന് അതീതനായിരിക്കണമല്ലോ. ഇവിടെ ശ്രീ പി സി ജോസഫ് തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഈ PE ഉണ്ടല്ലോ, പ്രിലിമിനറി എൻക്വയറി, അത് നടന്നപ്പോൾ 13 ബാർ ഉടമകൾ ഇക്കാര്യത്തിൽ ബിജു രമേശിന്റെ 164നെ ശരിവെക്കുന്ന തരത്തിൽ ഏതെങ്കിലും സൂചനകൾ നൽകുന്ന തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ട്. പണം വാങ്ങി എന്നല്ല, മറിച്ച് ഈ പണം കളക്ട് ചെയ്തു, പണം സമാഹരിച്ചു എന്നത് സംബന്ധിച്ച മൊഴി ബാർ ഉടമകൾ നൽകിയിട്ടുണ്ട്. ഈ ടാക്സ് ഉയർത്തുന്നത് സംബന്ധിച്ച, ലൈസൻസ് ഫീസ് ഉയർത്തുന്നത് സംബന്ധിച്ച ഒറിജിനൽ പ്രപ്പോസൽ 25 ലക്ഷം രൂപയായിരുന്നു എന്ന് ടാക്സ് സെക്രട്ടറി തന്നെ ഈ വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. വസ്തുതാപരമായാണ് ഇവിടെ PC ജോസഫ് രാജി ആവശ്യപ്പെടുന്നത്. അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യത്തിനോട് പ്രതികരിക്കാൻ ഞാനില്ല. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള
രാഷ്ട്രീയ ബന്ധത്തെ ഉലയ്ക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശത്തിനും ഞാൻ ആളില്ല. അത് PC ജോസഫ് എങ്ങനെ നടത്തുന്നു എന്നുള്ളത് ദാറ്റ് ഈസ് ഹിസ് പ്രൊറഗേറ്റീവ്, അദ്ദേഹം നടത്തിക്കോട്ടെ. ഞാനതിനകത്ത് പ്രതികരിക്കാനില്ല. പക്ഷേ എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ശ്രീ ജയശങ്കർ നിയമപരമായി അറിയുന്ന ആളാണ്. അദ്ദേഹത്തിനറിയാം ഇത്തരം കാര്യങ്ങൾ എന്താണെന്ന്. ഡിമാൻഡ് ആൻഡ് അക്സെപ്റ്റൻസ് ആണ് ഈ ബ്രൈബറി കേസിലെ അടിസ്ഥാന ഘടകം. ഒരു വിജിലൻസ് കേസിൽ പൈസ പണം വാങ്ങുന്നുണ്ടെങ്കിൽ, കൈക്കൂലി കേസാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ആൻഡ് അക്സെപ്റ്റൻസ്, ഏത് വ്യക്തിയാണോ അത് വാങ്ങുന്നത് അവരുടെ ഡിമാൻഡ് ഉണ്ടാകണം. കോൺസിക്വന്റ് ടു ദാറ്റ് ഡിമാൻഡ് ദർ മസ്റ്റ് ബി എൻ അക്സെപ്റ്റൻസ് ഓഫ് ദാറ്റ് മണി. അത്തരമൊരു തെളിവ് ഒരിടത്തും ഇല്ല. അതില്ലാത്തിടത്തോളം കാലം പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ പഴയ 12 ഇപ്പോഴത്തെ 3(1) ഇത് നിൽക്കില്ല എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള നിയമപരമായ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പ്രകാരം ഇത് ശിക്ഷിക്കാവുന്ന കുറ്റമാണോ എന്നൊക്കെയുള്ളത് തീരുമാനിക്കേണ്ടത് കോടതിയല്ലേ? അങ്ങനെ കോടതിക്ക് തീരുമാനിക്കണമെങ്കിൽ അന്വേഷണം വേണം, FIR ഇട്ട് ഒരു അന്വേഷണം നടക്കണം. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ബാക്കിയുള്ളത് കോടതി അല്ലല്ല കോടതിയല്ല തീരുമാനിക്കേണ്ടത്. ഡിമാൻഡ് വന്ന് വേണം. ഡിമാൻഡ് ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്നും ഞങ്ങളോട് പണം ചോദിച്ചു എന്നും ഒരാളുടെ ഭാഗത്തും മൊഴി ഉണ്ടായില്ല. ആ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഞങ്ങൾ കെ ബാബുവിന് പണം കൊടുത്തു എന്ന് ഒരാളുടെ മൊഴിയിലും ഇല്ല. ശരി, ഒരു നിമിഷം. അത് കോടതി മാത്രമല്ല തീരുമാനിക്കേണ്ടത്. വിഷയത്തിൽ FIR ഇട്ട് ഒരു അന്വേഷണം, അതാണ് അതിന്റെ വസ്തുത. ഈ ഡിമാൻഡും അതുപോലെ തന്നെ വാങ്ങിയതിന്റെ തെളിവും ആവശ്യമുണ്ടോ? അല്ല, ഇവിടെ ആ സ്റ്റേജ് വരെ എത്തിയില്ലല്ലോ. പ്രാഥമിക അന്വേഷണം ക്വിക്ക് വെരിഫിക്കേഷനാണ് നടത്തേണ്ടിയിരുന്നത്. വിജിലൻസ് കേസായിരുന്നു, ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയില്ല. അതിന് പകരം പ്രാഥമിക അന്വേഷണം എന്ന് പറഞ്ഞ കേൾപ്പോരും കേൾവിയും ഇല്ലാത്ത ഒരു സംഭവം നടന്നു എന്നാണ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിജിലൻസുകാരും പറയും. ആ അന്വേഷണത്തിൽ തെളിവൊന്നും കിട്ടിയില്ല എന്ന് പറയുകയും അതേ സമയത്ത് തന്നെ വലിയൊരു വിഭാഗം തെളിവുകൾ നമ്മളെ നോക്കി പല്ലിളിക്കുകയും ചെയ്തു. ഇതാണല്ലോ സംഭവം. മറ്റേ പ്രശ്നമൊക്കെ നിൽക്കട്ടെ, ഡിമാൻഡ് ആക്സെപ്റ്റൻസ് മുതലായ കാര്യങ്ങളൊക്കെ കോടതിയിൽ വിചാരണ നടത്തി അദ്ദേഹത്തെ ശിക്ഷിക്കുന്ന സമയത്തേക്ക് നോക്കേണ്ട കാര്യങ്ങളാണ്. കെ ബാബു ഡിമാൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസുകാർ ചോദിച്ചിട്ടില്ലോ. ഇവിടെ PC ജോസഫ് പറയും, ബഹുമാനപ്പെട്ട കെ ബാബു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇനി ബഹുമാനപ്പെട്ട അഴിമതി എന്ന് കൂടി പറഞ്ഞ PC ജോസഫ്, അപ്പോഴത് പൂർത്തിയാവുള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ബഹുമാനപ്പെട്ട അഴിമതി പണ്ട് നമ്മുടെ CH മുഹമ്മദ് അദ്ദേഹം പറയുമായിരുന്നു, മാർക്സിസ്റ്റുകാർ വളരെ സമാധാനപരമായി കല്ലെറിയുകയും പോലീസുകാർ സമാധാനപരമായിട്ട് ലാത്തിചാർജ് നടത്തിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ചേർത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? അഴിമതിക്കാരനായ കെ ബാബു, അഴിമതിക്കാരനായ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ എളുപ്പമില്ല കാര്യം. നമുക്ക് കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാവില്ലേ? എന്തിനീ ബന്ധപ്പെട്ട വഴിക്ക് വളഞ്ഞ വഴിക്ക് മൂക്ക് പിടിക്കുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ബഹുമാനപ്പെട്ട അഴിമതി. ഇതിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഇതിന്റെ നിയമപരമായ സാങ്കത്യമാണ് PM സുരേഷ് ബാബു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഇവിടെ ഒരു ആരോപണം വരുന്നു. ഒരു 164 സ്റ്റേറ്റ്മെന്റിൽ കെ ബാബുവിന് പണം നൽകിയതായി അറിയാമെന്ന് ബിജു രമേശ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അവിടെ വിജിലൻസ് പ്രാഥമികമായി മൊഴിയെടുപ്പ് നടത്തുമ്പോൾ പണം ഈ പറഞ്ഞ കാലയളവിൽ പണം സമാഹരിച്ചതായും പണം കൊടുത്തതായും കെ ബാബുവിനല്ല മറിച്ച് അസോസിയേഷൻ ഭാരവാഹികൾക്ക് പണം കൊടുത്തതായും ചില ബാർ ഉടമകൾ മൊഴി നൽകുന്നു. ആദ്യം ഈ യോഗത്തിൽ തീരുമാനിച്ചിരുന്നത് 25 ലക്ഷമാക്കി പ്രതിവർഷ ലൈസൻസ് ഫീസ് ഉയർത്തുക എന്നതായിരുന്നു ടാക്സ് സെക്രട്ടറി മൊഴി നൽകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുക്കണമെങ്കിൽ ഇവിടെ വെച്ച് അന്വേഷണം നിർത്തരുത്, അന്വേഷണം തുടർന്ന് അന്വേഷിക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇദ്ദേഹം ചോദിച്ചിട്ടാണോ പൈസ കൊടുത്തത്, അതോ ബാറുകാരുടെ കയ്യിൽ മിച്ച മൂല്യമുള്ളത് കൊണ്ട് അവരതെല്ലാം കൂടി ചാക്കിൽ കെട്ടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വീട്ടിൽ കൊണ്ടേ കൊടുക്കാൻ ഉദ്ദേശിച്ചാണോ? ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാമല്ലോ. നമ്മുടെ കയ്യിൽ കണ്ടമാനം കാശിരിക്കുന്നു, ബാറുകാർ മനുഷ്യരെ കള്ളുടിപ്പിച്ച് കൊന്ന് കാശുണ്ടാക്കുന്നവരുള്ളൂ. അത് കുറച്ച് നമ്മുടെ മന്ത്രിക്ക് കൊടുത്തു കളയാം. പഴയ അരവിന്ദൻ്റെ എസ്തപ്പാൻ എന്നുള്ള സിനിമയിൽ പറഞ്ഞു, എനിക്ക് താങ്ങേണ്ടി വന്ന ഭാരം നിനക്ക് പങ്കുവെക്കാം. നിങ്ങളുടെ വീട്ടിലും അതിൻ്റെ ഓഹരി ഇരിക്കട്ടെ, ഇതിൻ്റെ ഉറവ പറ്റാതിരിക്കട്ടെ എന്ന് എസ്തപ്പാൻ പറയുന്നുണ്ട്. അതുപോലെ വെറുതെ ബാറുകാർ നോക്കുമ്പോൾ നമ്മുടെ മന്ത്രിയല്ലേ, പാവം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ്, 2 പെൺപിള്ളേരെ ഒക്കെ ഉള്ളതാണ്, അവരെയൊക്കെ ഒരു വഴിക്ക് എത്തിക്കണ്ടേ, കുറച്ച് പൈസ അദ്ദേഹത്തിന് കൊടുക്കാം എന്ന് വിചാരിച്ച് കൊടുത്തു എന്നാണ് ഇപ്പോൾ സുരേഷ് ബാബു പറയണത്. മന്ത്രി പൈസ കൊടുക്കാൻ കൊണ്ടുപോയി, പക്ഷേ അത് മന്ത്രി ചോദിച്ചിട്ടല്ല, അവർ സ്വപരസാലെ സൽബുദ്ധി ഉദിച്ച് കൊടുക്കാൻ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മൾ ജനാധിപത്യ രാജ്യത്താണല്ലോ ജീവിക്കണം. പല തമാശകളും ഈ രാജ്യത്ത് നടക്കും. അവിടെ പോലീസുകാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവർക്ക് വെറുതെ തൊപ്പിയും കൊടുത്ത് വിട്ടേക്കണമല്ലോ. ശരി, ഇവരുടെ കയ്യിൽ ഈ ലാത്തി കൊടുത്തേക്കണ കാക്കാട്ടാനില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ യൂണിഫോം ഇടിച്ച് വിട്ടേക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഇത് അന്വേഷിക്കാനാണ്. മന്ത്രി ചോദിച്ചിട്ടാണോ നിങ്ങൾ കാശുമായിട്ട് പോയത് എന്ന് ചോദിക്കണം. അതോ നിങ്ങൾ സ്വമനസാലെ കൊടുക്കാൻ പോയതാണ്? അപ്പോൾ അവർ പറയുമല്ലോ, ഇതാ മന്ത്രി ചോദിച്ചിട്ടാണ്, മന്ത്രിക്ക് കഷ്ടപ്പാടാണെന്ന് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്, ആന്റണി ഗ്രൂപ്പിൻ്റെ ഫണ്ടിലേക്ക് വേണ്ടി കൊടുത്താണെന്ന് പറഞ്ഞാൽ ജോലി എളുപ്പമുണ്ട്.
അത് ചോദിക്കട്ടെ പോലീസുകാരെ ചോദിക്കില്ല. റൈറ്റ്, അതാണ് ദയവായി തുടരുക. ശ്രീ പി ശ്രീരാമകൃഷ്ണൻ എം എൽ എ ടെലിഫോൺ ലൈനിൽ. ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഒന്ന്, എന്തുകൊണ്ടാണ് കെ ബാബുവിൻ്റെ കേസിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യാതിരുന്നത്? രണ്ട്, എന്തുകൊണ്ടാണ് അവിടെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കാതിരുന്നത്? ബാബുവിനും UDF-നും വളരെ പ്രിയപ്പെട്ട ഒരു DYSP-യെ കൊണ്ടാണല്ലോ പ്രത്യേകം അദ്ദേഹത്തെ കുറച്ചു കാലം മുൻപ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ച് ഈ അന്വേഷണം നടത്തിയത് എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഏതാണ്ട് ആ അർത്ഥത്തിലല്ല എങ്കിൽ പോലും കോടതിയും ചോദിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എന്താണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്? പ്രതിപക്ഷം എന്താണോ സഭയിലും പുറത്തും ഉന്നയിച്ചത് അത് അക്ഷരാർത്ഥത്തിൽ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. എക്സൈസ് മന്ത്രിയായ ശ്രീ കെ ബാബുവിനെ രക്ഷപ്പെടുത്താൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തുന്ന നീക്കങ്ങൾ കോടതികളുടെ ഇടപെടൽ കാരണം തുടർച്ചയായി പൊളിയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി ശ്രീ ഉമ്മൻചാണ്ടി എത്ര വിചാരിച്ചാലും കെ ബാബുവിനെ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനാവില്ല എന്ന് ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നതാണ്. നിയമവ്യവസ്ഥയോട് ഒരു പരിമിതമായ ബഹുമാനമുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാകാവുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ വ്യക്തമായ ചോദ്യം. നിങ്ങൾക്ക് വ്യക്തമായ സാക്ഷിമൊഴികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കെ ബാബുവിനെതിരെ കേസെടുത്തില്ല? വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കെ ബാബുവിനെതിരെ തെളിവില്ലെന്ന റിപ്പോർട്ട് വിജിലൻസ് ഉണ്ടാക്കി. ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചില്ല? പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുത്തു? പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ച ശേഷം എന്ത് നടപടി സ്വീകരിച്ചു? ഇതെല്ലാം വിശദീകരിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. വിജിലൻസ് കോടതിയിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇനിയും സമർപ്പിക്കാത്തതിന് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞിട്ടുള്ള കാരണം അപഹാസ്യവും ലജ്ജാകരവുമാണ്. ഞങ്ങൾക്കുള്ള കേസുകളുടെ ബാഹുല്യം കൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതെന്നാണ് AG പറഞ്ഞത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയത് മേശപ്പുറത്തിരിക്കുന്ന സാധനം ഹൈക്കോടതിയിൽ സമർപ്പിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് ഈ കേരളത്തിലെ AG പറഞ്ഞിരിക്കുന്നത് പ്രവർത്തന ബാഹുല്യമാണത്രേ. അഡ്വക്കേറ്റ് ജനറൽ എന്ന ഭരണഘടനാ പദവിക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന മറുപടിയാണിത്. ഇത് സാമാന്യമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ശരി, അതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. തുടരുക ശ്രീ പി ശ്രീരാമകൃഷ്ണൻ. ശ്രീ PC ജോസഫ്, KM മാണിയുടെ കേസും കെ ബാബുവിന്റെ കേസും വ്യത്യസ്തമാണ്. 164 സ്റ്റേറ്റ്മെന്റിൽ ബിജു രമേശ് പറഞ്ഞിരിക്കുന്നത് 10 കോടി രൂപ സംഘടന സമാഹരിച്ചിട്ടുണ്ട്, അത് പലയിടങ്ങളിൽ വെച്ച് കെ ബാബുവിന് കൈമാറിയതായി എനിക്ക് പറഞ്ഞു കേട്ട അറിവുണ്ട് എന്നുള്ളതാണ്. വേഗമായ ആക്ഷേപമാണത്. KM മാണിയുടെ കാര്യത്തിൽ കൃത്യമായി തീയതി സഹിതം സമയം സഹിതം ആര് എവിടെ വെച്ച് പണം കൊടുത്തു എന്ന വിവരമുണ്ടായിരുന്നു. ഈ പണം കൊടുക്കാൻ പോയ ആളുകളെ സംബന്ധിച്ച് അവർ നൽകിയ മൊഴിയുണ്ടായിരുന്നു, ദൃക്സാക്ഷി മൊഴിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു കേസെടുത്ത് അന്വേഷണം നടത്താൻ യുക്തമായ സാഹചര്യമുണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ കാടടച്ചുള്ള വെടി എന്നുള്ളതല്ലാതെ അതുപോലെ അനുരൂപമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് താങ്കൾ കാണാതെ പോവുകയാണോ? അങ്ങ് പറയുന്നത് ശരിയല്ല. അങ്ങയുടെ ഓർമ്മയെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. എന്തായിരുന്നു ബിജു രമേശ് പറഞ്ഞത്? ഞാൻ തന്നെ 50 ലക്ഷം രൂപ മന്ത്രി ബാബുവിന്റെ പക്കൽ കൊണ്ട് കൊടുത്തുവെന്നും ബാബുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അത് വാങ്ങിയെന്നും ഞാനത് കൊടുക്കുമ്പോൾ എന്റെ ഇന്ന കൂട്ടുകാരൻ എന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും ആ പ്രൈവറ്റ് സെക്രട്ടറി അത് കൊണ്ടുപോയി മജിസ്ട്രേറ്റിന് മുൻപാകെ നൽകിയ CRPC 164 അനുസരിച്ച് നൽകിയ മൊഴിയിൽ പക്ഷേ അദ്ദേഹം ഇക്കാര്യം പറയുന്നില്ല. ആ 164 സ്റ്റേറ്റ്മെന്റ് എൻ്റെ അടുത്തുണ്ട്. അദ്ദേഹം ശ്രീ രാജ്കുമാർ ഉണ്ണി, ശ്രീ MD ധനേഷ്, വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണദാസ് എന്നിവരെ അസോസിയേഷൻ ഈ പണം ഏൽപ്പിക്കുകയും മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇവർ ആ തുക പല സ്ഥലങ്ങളിലായി എത്തിച്ചതായി എന്നോടും മറ്റു ഭാരവാഹികളോടും മീറ്റിംഗിൽ വെച്ച് ഇവർ പറയുകയും ഉണ്ടായി എന്നുള്ളതാണ് കെ ബാബുവിനെ കുറിച്ച് ബിജു രമേശ് ഉന്നയിക്കുന്ന ആരോപണം. അത് കൃത്യമായിട്ട് അന്വേഷണത്തിലൂടെയല്ലേ അത് തെളിയിക്കപ്പെടുകയുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എപ്പോഴും പറയുന്നത് ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെളിവ് കൊണ്ടുപോകാന്നാ പറയുന്നത്. അപ്പോൾ പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി എന്താണ്? ഒരു കാര്യം ബഹുമാനപ്പെട്ട സുരേഷ് ബാബുവിനോട് ഇതിന്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കോൺഗ്രസ്സുകാർക്ക് KM മാണിയോ കെ ബാബുവോ തെറ്റ് ചെയ്തു എന്ന അഭിപ്രായം ഇല്ല എന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ബാബു പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ആരാണ് VD സതീശൻ? അദ്ദേഹം KPCCയുടെ വൈസ് പ്രസിഡന്റ് അല്ലേ? ആരാണ് TN പ്രതാപൻ? അദ്ദേഹം കോൺഗ്രസിന്റെ MLA അല്ലേ? അദ്ദേഹം KM മാണിയെ കുറിച്ച് പറഞ്ഞത് എന്താണ്? UDF-നെ ഈ വിഴുപ്പ് ഭാണ്ഡം ചുമക്കേണ്ട ആവശ്യമില്ല എന്നാണ് VD സതീശനും TN പ്രതാപനും പറഞ്ഞത്. VD സതീശനും TN പ്രതാപനും പറയുന്നത് സുരേഷ് ബാബുവിന് ഒരു ഉത്തരവാദിത്വം ഇല്ല കോൺഗ്രസ് പാർട്ടിക്ക് എന്ന് പറയാൻ കഴിയുമോ?
അങ്ങനെ ഇത്രയും വേറെ ഒന്നും വേണ്ട. KM മാണിയുടെ പ്രായമെങ്കിലും ഒന്ന് കണക്കാക്കണ്ടേ? അദ്ദേഹത്തെ വിഴുപ്പ് ഭാണ്ഡം എന്ന് പരസ്യമായി സംബോധന ചെയ്ത കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പൊ എവിടെ പോയി ഒളിച്ചിരിക്കുന്നു? ഈ ആദർശ ധീരന്മാര് ഇപ്പൊ എവിടെയാണ്? ഞങ്ങൾക്കത് അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇവിടെ ഡിമാൻഡ് ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ടോ എന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ബാബു ചോദിച്ചു. ഞാൻ കേരള സമൂഹത്തിന്റെ ഒരു നിമിഷം ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. കേരള ഗവൺമെന്റിന്റെ മദ്യനയം സുപ്രീം കോടതി അംഗീകരിച്ചു എന്ന് പറഞ്ഞൊരു വിധി വന്നു. ആ വിധിവാചകം കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ എക്സൈസ് മന്ത്രിയുടെ മുഖത്ത് ചോരയില്ലായിരുന്നു. ഒരു ഗവൺമെന്റിന്റെ നയം വിജയിച്ചു എന്ന് പറഞ്ഞു സുപ്രീം കോടതി എന്നൊരു വിധി ഉണ്ടാവുമ്പോ വകുപ്പ് മന്ത്രി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടേണ്ടതല്ലേ? മുഖം കണ്ടാൽ പ്രകാരം ശിക്ഷിക്കുന്നതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരം അദ്ദേഹത്തെ ശിക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായും കോടതി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ഫയൽ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണം നടക്കാത്തത് എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഇതേ ചോദ്യമാണ് പൊതുസമൂഹവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രമേശ് ചെന്നിത്തല ആവർത്തിച്ച് പറയുന്ന KM മാണിക്കെതിരെ കേസെടുത്തതിന് പറയുന്ന ന്യായം എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ബാധകമാകാത്തത് എന്നതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയില്ല. ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ. നിങ്ങൾക്കത് ബോധ്യമാവുകയില്ല എന്നെനിക്ക് വളരെ വ്യക്തമായും അറിയാം. പക്ഷെ ഞാൻ അത്തരമൊരു കോൺട്രവേഴ്സിയിലേക്ക് പോകാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ശ്രീ PC ജോസഫിന് അറിയാത്ത കാര്യങ്ങളല്ലല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാനടക്കമുള്ള ആളുകളുടെ വാക്കുകൾ അന്തിമമല്ല. അതല്ല കോൺഗ്രസിൻ്റെ വാക്കുകളായി പൊതുസമൂഹം വിലയിരുത്തുന്നതും ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് അതിനെ വ്യാപരിപ്പിക്കുന്നതും അതൊക്കെ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പറയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതായാലും ശ്രീ PC ജോസഫിൻ്റെ വർത്തമാനത്തെ ഞാൻ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മുഖവിലക്കും സ്വീകരിക്കുന്നു. ശ്രീ ഉമ്മൻചാണ്ടിയോ ശ്രീ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ശ്രീ VM സുധീരനോ ആരും തന്നെ അത്തരമൊരു സമീപനമോ അത്തരമൊരു കാര്യമോ വാദിച്ചിട്ടില്ല. ഞാൻ എത്രയോ തവണ ഒരു 100-ലധികം തവണ പല ചാനലുകളായി ഈ ബാർക്കോഴ കേസ്, KM മാണി സാറുമായിട്ടുള്ള കേസുകളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഒരു ദിവസം പോലും ഒരു സമയം പോലും എൻ്റെ ഭാഗത്തു നിന്ന് അത്തരമൊരു വാക്കുകൾ ഉണ്ടായിട്ടില്ല. അതൊന്നും കാണാൻ കഴിയാത്തത് എൻ്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും ഒരു നിർഭാഗ്യം അല്ലെങ്കിൽ ഒരു ദുര്യോഗം എന്നല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? ഈ കാര്യത്തിൽ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് യാഥാർത്ഥ്യബോധത്തോടുകൂടി വിശ്വസിക്കാത്തൊരു കാര്യത്തിന്റെ വസ്തുതയാണ് എന്നതാണ് കോൺഗ്രസ് പാർട്ടി. നിയമപരമായ ബാധ്യത, നിയമപരമായ ബാധ്യതയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. രാഷ്ട്രീയമായ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. നിയമപരമായ ബാധ്യത, ലളിതകുമാരി കേസിലെ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത് other considerations are not relevant at the stage of registration of FIR, such as whether the information is falsely given, whether the information is genuine, whether the information is credible, etc. These are the issues that have to be verified during the investigation of the FIR. ഇവിടെ എന്തുകൊണ്ടാണ് FIR ഇടാത്തത്? അല്ല, that is a very relevant question. അതിനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വിജിലൻസ് കേസസിനെ സംബന്ധിച്ചിടത്തോളം അതിന് വിജിലൻസ് മാനുവൽ ഒരു പ്രൊസീജിയറിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരാൾ ഇപ്പം നാളെ ഒറ്റക്കെട്ടിക്ക് ഒരു പരാതി ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരിൽ, മുഖ്യമന്ത്രിയുടെ പേരിൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു പരാതി എഴുതി കൊടുത്താൽ ഉടനെ തന്നെ FIR-ൽ പ്രതി ചേർക്കപ്പെട്ട മുഖ്യ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കയോസാണ് ഉണ്ടാവുക. രാജ്യത്തൊരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിജിലൻസ് മാനുവൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ ഒരു ഭരണകൂടത്തിന് ജനാധിപത്യ സംവിധാനങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും ഉള്ളത് കൊണ്ടാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് സ്പെഷ്യൽ ആൻഡ് പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒരു കൊലപാതക കേസിൽ ഒരാളുടെ പേരിൽ കേസ് രജിസ്റ്റർ, ഒരു മരണം നടക്കണം അവിടെ. അങ്ങനെയാണെങ്കിൽ ആ വിജിലൻസ് മാനുവൽ എന്തുകൊണ്ടാണ് KM മാണിയുടെ കാര്യത്തിൽ ബാധകമാകാതിരുന്നത്? ബാബുവിനെതിരെ ഒരു ആരോപണം വരുമ്പോൾ മാത്രം, ബാബുവിനെതിരെയുള്ള ആരോപണം വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉയർന്നത്? അടുത്ത വരിയായി ആ ജഡ്ജ്മെന്റ് പറയുന്നത് at the stage of registration of FIR, what is to be seen is merely whether the information given ex facie discloses the commission of a cognizable offence എന്നാണ്.
ആ ഇൻഫർമേഷൻ ഒരു കൊഗ്നിസബിൾ ഒഫൻസിനെ കുറിച്ചുള്ള വിവരം നൽകുന്നതായാൽ മാത്രം മതി. See, there is an allegation, specific allegation driven by Mr. Juju Ramesh that I have handed over money to Sri K.M. Mani at his residence. But the police or the Kerala government has not taken cognizance against him on the basis of his relevation. But the police has taken the case only when the opposition leader, a respectable leader, a judicial, a constitutional authority has given a complaint to the chief minister and the minister. അപ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളൂ. അത്തരം ഒരു സംഭവ വികാസങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാണി സാർ ഇക്കാര്യത്തിൽ അന്വേഷണത്തിലൂടെയും നേരത്തെയും വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പട്ടികയിലുള്ളവരാണ് ഞങ്ങൾ. കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് ഒരു അന്വേഷണം നടത്തിയില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ഇപ്പോൾ PM സുരേഷ് ബാബു രാഷ്ട്രീയമായി പറയുന്ന മറുപടി താങ്കളെ സംബന്ധിച്ച് ബോധ്യമാകുന്നുണ്ടോ? അല്ല, ഇത് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് ബോധ്യപ്പെട്ടില്ലല്ലോ. ഈ ചോദ്യമാണല്ലോ ചീഫ് ജസ്റ്റിസ് നമ്മുടെ അഡ്വക്കേറ്റ് ജനറലോട് ചോദിച്ചു. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ എന്തുകൊണ്ട് ഈ ഉത്തരം പറഞ്ഞില്ല? ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ ഇദ്ദേഹം ഒരു യോഗ്യനാണെന്നാണ് ഞങ്ങളുടെ പോലീസിന് കിട്ടിയ വിവരം. അതുകൊണ്ട് ക്വിക്ക് വെരിഫിക്കേഷന് പകരം പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയത്. പിന്നെ FIR ഇടേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിയെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ചീഫ് ജസ്റ്റിസ് നിയമം അറിയാത്ത ആളല്ലല്ലോ. അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിൽ വളരെ കേസുള്ള വക്കീലായിരുന്നു. പിന്നീട് പ്രഗത്ഭരായ ഒരു ജഡ്ജിയായി കേരള ഹൈക്കോടതിയിൽ വന്നിട്ട് അത്ര അധികം നാളായിട്ടില്ല. ചിലപ്പോൾ ഇവിടുത്തെ വിജിലൻസ് മാനുവൽ അദ്ദേഹം കണ്ടിട്ടുണ്ടാവാൻ സാധ്യത. പക്ഷേ അഡ്വക്കേറ്റ് ജനറൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു. അത് പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തിക്ക് പ്രശ്നം തരുന്നില്ല. കേസ് ഇന്ത്യക്ക് ഇന്ന് തള്ളി കയ്യിൽ വെച്ച് കൊടുത്തിരുന്നില്ല. എന്ത് K. ബാബുവിൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിനെക്കുറിച്ച് നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അഡ്വക്കേറ്റ് ജനറൽ വിജിലൻസ് മാനുവൽ കൊണ്ടുപോകാൻ മറന്നുപോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൻ്റെ, ഞാൻ സർക്കാർ വക്കീലായിരുന്ന ആളെ എനിക്കറിയാം, ഇത്തരം കുത്തഴിഞ്ഞൊരു ഓഫീസ് കേരളത്തിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. ഫയൽ ഉണ്ടാവില്ല, പുസ്തകം ഉണ്ടാവില്ല, 10ാം കോടതിയിൽ വെക്കേണ്ടത് 15ാം കോടതിയിൽ വെക്കും, അങ്ങനെയൊക്കെയുള്ള തമാശകളുണ്ടാവും. ചിലപ്പോൾ അങ്ങനെ വല്ലതും പറ്റിയതാണെന്ന് അറിയില്ല. അഡ്വക്കേറ്റ് ജനറലിൽ വിജിലൻസ് മാനുവൽ കൊണ്ടുപോകാൻ മറന്നുപോയതാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാനുള്ള നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. പക്ഷേ ഇതുപോലൊരു വാദഗതി ചീഫ് ജസ്റ്റിസിൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. താങ്കൾ അതിനെ പരിഹാസ രൂപേണയാണ്. PC ജോസഫ്, എന്തുകൊണ്ട് K. മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തു, എന്തുകൊണ്ട് K. ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തില്ല? ഇതാണല്ലോ ചോദ്യം. ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി കുറെ കൂടി വ്യക്തമാണ്. K. മാണിയുടെ ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട സാക്ഷികൾ മൊഴി നൽകിയിരുന്നില്ല. അപ്പോൾ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ആ ആരോപണകർത്താവ് ഉന്നയിച്ച ആരോപണങ്ങളും മൊഴികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു അന്വേഷണം വേണ്ടി വന്നു. എന്നാൽ K. ബാബുവിൻ്റെ കാര്യം വന്നപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട സാക്ഷികൾ ഈ ആരോപണം തെറ്റാണ് എന്ന് മൊഴി നൽകി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ FIR ഇടണ്ട എന്ന് അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതാണ് സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി. അപ്പം വളരെ ആർക്കും തോന്നാവുന്ന ഒരു സംശയമില്ലേ, ബാർ ഉടമകൾ വേണേ കുറച്ച് പ്രജുഡ്യൂസ്ഡ് ആയിട്ട് പറഞ്ഞതാണെന്ന് വിചാരിക്കാം. കേരളത്തിന്റെ ടാക്സ് സെക്രട്ടറിക്ക് എക്സൈസ് മന്ത്രിയോട് എന്തെങ്കിലും പ്രത്യേക വിരോധമുണ്ടോ? ടാക്സ് സെക്രട്ടറി വളരെ വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടില്ലേ, കൂട്ടി പിന്നെ ടാക്സ് വെച്ചു, അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു എന്ന്. പിന്നെ ഈ ഡിമാൻഡ് ആൻഡ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? കൂട്ടി ടാക്സ് ഫിക്സ് ചെയ്യുകയും അത് പിന്നെ അകാരണമായി കുറയ്ക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്താണ് പ്രവർത്തിച്ചതെന്ന് അന്വേഷിക്കാൻ വേണ്ടി പാഴൂർ പഠിക്കാൻ പോകേണ്ട കാര്യം അല്ല. അക്കാര്യത്തിൽ അകാരണം എന്ന് പറയുന്നത് സർക്കാരിന്റെ പ്രപ്പോസൽ 25 ലക്ഷം എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ 25 ലക്ഷമാക്കി ഈ ലൈസൻസ് ഫീസ് ഉയർത്തുകയാണെങ്കിൽ ഞങ്ങൾ വലിയ തോതിൽ കഷ്ടപ്പെടേണ്ടി വരും, ഈ വ്യവസായം പ്രതിസന്ധിയിലാകും എന്നൊക്കെ പരിദേവനം പറഞ്ഞു ബാർ ഉടമകൾ. അവരുടെ വ്യവസായത്തിന്റെ പ്രശ്നം എന്നുള്ള നിലയിൽ എന്നാൽ 23 മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെയും ആകാമല്ലോ. PC ജോസഫ്, ഇപ്പൊ അങ്ങ് പറഞ്ഞ ന്യായം കോൺഗ്രസിലെ സഹോദരന്മാർ പറയുന്ന ന്യായം തന്നെയാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആ ന്യായം ബോധ്യപ്പെടുന്ന ന്യായമല്ല. ഏതായാലും ഒരു ടാക്സ് സെക്രട്ടറി എക്സൈസ് മന്ത്രിക്കെതിരെ അങ്ങനെ ഒരു തെളിവ് സാധാരണഗതിയിൽ പറയേണ്ടതല്ല, സത്യമല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് ബാക്കി ബാർ ഉടമകളുടെ ഒക്കെ മാറ്റി നിർത്തുക. ടാക്സ് സെക്രട്ടറിയുടെ ഒറ്റ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിച്ച് ഒരു നിഗമനത്തിലെത്തി. അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ബാബു ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. K. ബാബു ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നുള്ളതല്ല, K. ബാബു ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം എന്ന് മനസ്സിലാക്കുന്നു. ശ്രീ PM സുരേഷ് ബാബു, 4/2/2013 മന്ത്രി K. ബാബുവിൻ്റെ ചേംബറിൽ ഒരു പ്രീ അബ്കാരി പോളിസി മീറ്റിംഗ് ചേരുകയാണ്. അതിൽ ബാർ ഉടമകൾ
എക്സൈസ് കമ്മീഷണർ, നികുതി സെക്രട്ടറി എന്നിവർ പങ്കെടുക്കുന്നു. അവിടെ വയ്ക്കപ്പെട്ട സർക്കാരിൻ്റെ പ്രപ്പോസൽ 22 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമായി വാർഷിക ലൈസൻസ് ഫീസ് ഉയർത്തുക എന്നുള്ളതായിരുന്നു. അത് അങ്ങനെയായിരുന്നു എന്ന് ഈ ടാക്സ് സെക്രട്ടറി തന്നെ പിന്നീട് വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു മാസം കഴിഞ്ഞ് ഇക്കാര്യത്തിൽ തീരുമാനം വരുമ്പോൾ 22 നിന്ന് 23 കൂട്ടിയാൽ മതി ബാർ ലൈസൻസ് ഫീസ് എന്ന തീരുമാനമാണ് സർക്കാർ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് നേരത്തെ തീരുമാനിച്ചതിൽ നിന്ന് 2 ലക്ഷം കുറച്ച് അന്തിമമായ ഒരു തീരുമാനം ഉണ്ടായത് എന്നുള്ളതാണ് ഈ അഴിമതി ആരോപണത്തിൻ്റെ കാതൽ. ആ ചോദ്യത്തിന് എന്തുകൊണ്ടാണ് സർക്കാർ ഭാഗത്തു നിന്ന് ഒരു ഉത്തരം കിട്ടാത്തത്? അവിടെയാണ് ഇവിടെ അഴിമതി എന്ന് ആരോപിക്കപ്പെടുന്ന വസ്തുത. ഒരു തീരുമാനം 25 ലക്ഷമാക്കി ഉയർത്തിയതായിട്ടൊരു തീരുമാനമില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ എനിക്ക് കൃത്യമായി അറിയില്ല. ഒരു പ്രപ്പോസൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് വന്നു. അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബാർ ഉടമകളെയും ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസിനെയും മന്ത്രിയുടെ ചേംബറിൽ വിളിച്ചു. ഞങ്ങളുടെ പ്രപ്പോസൽ, ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ പ്രപ്പോസൽ 25 വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ ചോദ്യമോ അല്ലെങ്കിൽ അവിടെ നടന്ന ചർച്ച. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ബാർ ഉടമകൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമുണ്ടാകും, 25 ആയാൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് കിട്ടണം എന്ന് പറഞ്ഞു. തീരുമാനമെടുക്കുമ്പോൾ അത് 23 ആരുടെയെങ്കിലും നിവേദനമോ ആരുടെയെങ്കിലും ആവശ്യമോ കാര്യങ്ങളോ അത് കേട്ട് ആ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് അനുകൂലമായൊരു തീരുമാനം വന്നാൽ അതിൻ്റെ പിന്നിൽ പണമാണ് എന്ന് ശ്രീ PC ജോസഫിന് വ്യാഖ്യാനിക്കാൻ കഴിയും. എനിക്കത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അല്ല, അതിൽ നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് പോകുന്നതിന് മുൻപ് സുരേഷ് ബാബു വ്യക്തമായ ഒരു കാര്യം, 25 ലക്ഷമായി ലൈസൻസ് ഫീസ് ഉയർത്താൻ പോവുകയാണ് എന്ന് മന്ത്രി കെ ബാബു ആ യോഗത്തെ അറിയിച്ചു എന്ന് മൊഴി നൽകിയിരിക്കുന്നത് സർക്കാരിനെ അനുകൂലിക്കുന്ന, കെ മാണിയുടെ കേസിൽ സർക്കാരിന് അനുകൂലമായി മൊഴി നൽകിയിരിക്കുന്ന ബാർ ഉടമകൾ തന്നെയാണ്. അതായത് മന്ത്രി തന്നെയാണ് 25 ലക്ഷമായി ഉയർത്താൻ പോവുകയാണ് എന്ന പ്രഖ്യാപനം ആ യോഗത്തിൽ നടത്തിയത്. എന്ന് മാത്രമല്ല, ആ യോഗത്തിൽ ഇവരുടെ ഈ വിഷമങ്ങളൊക്കെ കേട്ട് എന്നാൽ 23 മതി എന്ന തീരുമാനം എടുത്തിട്ടും ഇല്ല. പിന്നീട് ഫെബ്രുവരി 6 ചേരുന്ന യോഗത്തിൽ, അതിൽ ഈ ബാർ ഉടമകൾ പങ്കെടുക്കുന്നില്ല, ഫെബ്രുവരി 6 നടക്കുന്ന ഒരു യോഗത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ചാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനം ഉത്തരവുണ്ടാകുന്നത്. അല്ല, അതൊക്കെ ഇങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ അത് താങ്കൾക്ക് വ്യാഖ്യാനിക്കാം. ഞാൻ അതിനെ നിഷേധിക്കാനൊന്നും വരുന്നില്ല. പക്ഷേ ഇവിടെ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ശ്രീ മന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു വാക്കുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ധാരണയിലും അങ്ങില്ല. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത്തരമൊരു പ്രപ്പോസലാണ് വന്നിരിക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണമെങ്കിലും ആലോചിക്കാമല്ലോ. പക്ഷേ ഒരു മന്ത്രി ഒരു യോഗം വിളിച്ച് ആ യോഗം വിളിച്ച് പെട്ടെന്ന് തന്നെ മന്ത്രിക്ക് പ്രഖ്യാപിക്കും. ആ പ്രപ്പോസൽ ആയിരുന്നു നടപ്പായത് എങ്കിൽ 49 കോടി രൂപ സർക്കാർ ഖജനാവിലേക്ക് ഈ ലൈസൻസ് ഫീ ഇനത്തിൽ അധികമായി വന്നേനെ. പക്ഷേ ഒരു ബാറിന് 2 ലക്ഷം വീതം ഇളവ് കൊടുത്തതുകൊണ്ട് നോക്കൂ, 49 കോടി രൂപ സർക്കാർ ഖജനാവിനെ സംബന്ധിച്ച് നഷ്ടമാകുന്നു. ഈ ബാർ ഉടമകൾ പറയുന്നത് അവരെ സംബന്ധിച്ച് അത്രയും കോടി രൂപ ലാഭം ഉണ്ടായിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 10 കോടി എടുത്ത് കോഴയായി കൊടുത്തു എന്നാണ്. അല്ലാതെ ഞാൻ നിങ്ങൾക്കത് മനസ്സിലാവാത്തത് കൊണ്ടല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. ഞാൻ അക്കാര്യത്തിൽ എൻ്റെ പരാജയം ഞാൻ സമ്മതിക്കുകയാണ്. മനസ്സിലാകാത്ത ഒരാളാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാവേണ്ടതാണ്. ഉറക്കം നടിക്കുകയാണല്ലോ, ഉറങ്ങുന്നല്ലതല്ലോ. അതുകൊണ്ട് ഞാൻ അതിനകത്തൊരു ശ്രമം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലുള്ള സമീപനം ഇത് മാത്രമാണ്. ക്ഷമിക്കണം ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് കൂടി ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ്. ഇതേ ലോജിക്ക് തന്നെയാണ് PC ചാക്കോയെ പോലെ പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയൻ, അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറായിരുന്ന കാലത്ത് എല്ലാ ചാനലിലും അതിൽ JPCയിലെ ചെയർമാനായിരിക്കുമ്പോൾ ഉന്നയിച്ചിരുന്ന 2G സ്പെക്ട്രത്തിൽ ഉണ്ടാകുമായിരുന്ന ലാഭം ഉണ്ടാകാതെ പോയി, അല്ലാതെ നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ CAG പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണല്ലോ CAG കണക്കിൽ പറയുന്ന 1,76,000 കോടിയുടെ അഴിമതി ഇവിടെ നടന്നിട്ടില്ല. ഇവിടെ എന്താ വെച്ചാൽ വന്നവർക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്നുള്ള കണക്കിൽ എല്ലാവർക്കും സ്പെക്ട്രം അനുവദിച്ചു.
അതുകൊണ്ട് എന്ത് പറ്റി വെച്ചാൽ പൊതുഖജനാവിലേക്ക് അന്യത ലഭിക്കുമായിരുന്നു 1,76,000 കോടിയുടെ ഒരു ചെറിയ പോരായ്മ ഉണ്ടായി. അല്ലാതെ ഇവിടെ എവിടെ അഴിമതി കറക്റ്റല്ലേ? എന്ത് നല്ല മനോഹരമായ ആർഗ്യുമെൻ്റ് ആയിരുന്നു. പക്ഷേ അത് ചാലക്കുടി പോലെ കോൺഗ്രസ്സുകാർ മാത്രമുള്ള സ്ഥലത്ത് പോലും ആൾക്കാർ വിശ്വസിച്ചില്ല. കേരളത്തിൽ പ്രിസംപ്റ്റീവ് ലോസ് ഒരു മിനിറ്റ് ഞാൻ മിസ്റ്റർ ജയശങ്കർ, ചാലക്കുടിയിലെ ആളുകൾക്ക് പോലും ബോധ്യമായില്ല. ഇന്ത്യ രാജ്യത്ത് ആർക്കും ബോധ്യമായില്ല. പ്രിസംപ്റ്റീവ് ലോസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതാ പറഞ്ഞത്. അതാണ് സുരേഷ് ബാബു ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ ഒന്ന് തന്നെയാണ്. 25 ലക്ഷമാക്കാമെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ബാറുകാർ അയ്യോ ഇത്ര പറ്റില്ല, ഞങ്ങൾ കുഞ്ഞുകുട്ടി പരാധീനക്കാരാണ്, റേഷൻ വാങ്ങിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്, ആഴ്ചയിൽ ഒരിക്കൽ റേഷൻ മേടിക്കുന്നത് 2 ആഴ്ച കൂടുമ്പോഴാണ് മേടിക്കുന്നത്. അത് കേട്ടപ്പോൾ മന്ത്രിയുടെ കരൾ അലിഞ്ഞു പോയി. ഈ പാവങ്ങൾ കച്ചവടം പൂട്ടിപ്പോയാൽ സർക്കാർ തന്നെ കുഴപ്പത്തിലാവില്ലേ? മദ്യത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് സർക്കാർ ഓടിപ്പോകുന്നത്. വിവറേഴ്സ് ആണെങ്കിൽ കൊല്ലം ഇദ്ദേഹം അടച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ബാറുകാർക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് ബാർ കൂടി പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാബു എന്ത് ചെയ്യും? സർക്കാർ പോട്ടെ, ബാബുവിൻ്റെ വരുമാനം തന്നെ ഇല്ലാണ്ടാവും. അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യോ നിങ്ങൾ പോകല്ലേ, ഞാൻ 22 എന്നുള്ള 23 ഫിക്സ് ചെയ്യാം. അത് കേട്ടപ്പോൾ ബാറുകാർ സുരേഷ് ബാബു പറഞ്ഞ പോലെ യാതൊരു ഡിമാൻഡും ഉണ്ടായിരുന്നില്ല. അവർ സന്തോഷം സഹിക്ക വയ്യാതെ ഈ കിട്ടുമായിരുന്ന ലാഭത്തിൽ വരാൻ പോരുന്ന നഷ്ടം കുറഞ്ഞു പോയല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് പൈസ അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തു. നമ്മൾ പറഞ്ഞുള്ളൂ. അതിലൊരു പ്രശ്നം ബാർ ഉടമകളെ സംബന്ധിച്ച് ഈ കെ ബാബു എക്സൈസ് മന്ത്രി ആയതിനു ശേഷം ഈ സർക്കാർ വന്നതിന് ശേഷം ബാറുകളുടെ പ്രവർത്തന സമയം കുറച്ചു. അതായത് ആകെ 3.5 മണിക്കൂർ പ്രവർത്തന സമയം കുറച്ചപ്പോൾ ഞങ്ങൾക്ക് അത്രയും കച്ചവടം നഷ്ടമുണ്ടായി. അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ നിങ്ങൾ എന്തിനാണ് ഈ 22 ഫീസ് 25 കൂട്ടുന്നത്? നിങ്ങൾക്കൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി 23 തന്നുകൂടെ? അവിടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുന്നു. അവിടെ സെറ്റിൽമെന്റിന് കിക്ക് ബാക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. ബാബു ഇത് ചെയ്തത് കൈലാസം നന്നാവാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഏകാശി നോക്കുന്ന കൈലാസം നന്നാവാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലാക്കി. ഈ കെ ബാബുവിനെയൊക്കെ എനിക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇദ്ദേഹത്തെ ഒരുപാട് കൊല്ലങ്ങളായിട്ട് അറിയാം. നമ്മൾ ഈ നാട്ടുകാരനാണ്, ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്, എനിക്കറിയാം. കെ ബാബുവിനെ എനിക്കറിയാം. ഒരു ഇടവേള കൂടി കൈലാസം നന്നാവാൻ വേണ്ടി തന്നെ. ശ്രീ PC ജോസഫ്, ഒന്ന് കെ ബാബുവിന് നേരിട്ട് പണം നൽകി എന്ന് 164 സ്റ്റേറ്റ്മെന്റിൽ ബിജു രമേശ് ആരോപിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യത്തെ കൊറോബറേറ്റ് ചെയ്യാൻ മറ്റ് സാക്ഷിമൊഴികളില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൊടുത്ത മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തിന് മുൻപാകെ കുറേ കാര്യങ്ങൾ വരികയാണ്. സ്വാഭാവികമായും അവർക്ക് അതിൻ്റെ മെറിറ്റ് അനുസരിച്ചല്ലേ തീരുമാനമെടുക്കാൻ സാധിക്കൂ. അതുകൊണ്ട് KM മാണിക്കെതിരെ കേസെടുത്തത് കൊണ്ട് കെ ബാബുവിനെതിരെയും സമാനമായ ആരോപണം ഉയർന്ന എല്ലാവർക്കെതിരെയും കേസെടുക്കണമെന്ന് എങ്ങനെയാണ് വാശി പിടിക്കാൻ സാധിക്കുക? ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രശ്നം മാത്രം ഉന്നയിക്കുന്നു. ബാർ ഉടമകളോട് ബാർ ഫീസ് കൂട്ടാൻ പോവുകയാണെന്ന് എന്തിനാണ് വകുപ്പ് മന്ത്രി പറയുന്നത്? ഞാനൊരു കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഭൂനികുതി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ 400 മുതൽ 600% വരെ ഈയിടെ വർദ്ധിപ്പിച്ചു. ഏതെങ്കിലും കർഷക സംഘടനകളോട് ഭൂനികുതി വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്ന് ഒരു മന്ത്രിയും പറഞ്ഞില്ല. അപ്പൊ എന്തിനാണ് ബാർ ഉടമകളോട് ഈ ബാർ ഫീസ് കൂട്ടാൻ പോവുകയാണെന്ന് ചർച്ച ചെയ്യുന്നത്? ആ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെ അഴിമതിക്ക് വഴിവെക്കുന്നതാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കൃഷിക്കാരനില്ലാത്ത ഏതെങ്കിലും പ്രിവിലേജ് ബാർ ഉടമകൾക്കുണ്ടോ? അപ്പം പ്രീ ബജറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇതുപോലുള്ള വാദപ്രതിവാദങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആരോപണം ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്ര ബാലിശമായ ഒരു രാഷ്ട്രീയം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുദ്ദേശിച്ചിട്ട് കൊണ്ടുവരുന്നു എന്നതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ അതുപോലെയല്ല, ഒരു കർഷകന് 10 സെൻറ്റ് ഭൂമിയുള്ള കർഷകന് തൻ്റെ ഭൂനികുതി കൂട്ടുന്നു എന്നുള്ളത് പോലെയല്ല. ഇതൊരു വ്യവസായത്തിനാണ്. ആ വ്യവസായത്തിൻ്റെ ആളുകൾ അതൊരു ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി അഥവാ ഇതിനകത്ത് വല്ല കിക്ക് ബാക്സുമാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യൊന്നും വേണ്ടല്ലോ. അതൊക്കെ അറിയിക്കാൻ എത്ര മാർഗ്ഗങ്ങളുണ്ട്, ഞങ്ങളിത് കൂട്ടും വേണ്ടെന്ന് കണ്ടോളൂ എന്നൊക്കെ പറയാൻ വല്ലതും വേണം. പക്ഷേ ഇതൊക്കെ ഇത്രയൊരു ബാലിശമായി ഒരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യങ്ങൾ നിയമപരമായ വശങ്ങളാണ് ഞാനിവിടെ ഇത്രയും നേരം സംസാരിച്ചത്. നിയമപരമായ വശങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ചയിൽ പങ്കെടുത്തു.